ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ ജീവനക്കാരെ പഴിചാരി എഡിജിപി എം.ആർ. അജിത് കുമാർ രേഖകൾ തിരുത്താൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല. കേസിൽ ഇടപെടാൻ ആരോടും താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഉന്നത ഉദ്യോഗസ്ഥർക്ക് അജിത് കുമാറിന്റെ അനൌദ്യോഗിക വിശദീകരണം. രേഖകൾ തിരുത്താൻ ഇടപെട്ട എഡിജിപിയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SI-മാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ സ്ട്രോങ് ആയ മൊഴികളുണ്ട്. അതും അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥരായിരുന്ന ഗ്രേഡ് SI-മാർ തന്നെ അദ്ദേഹത്തിനെതിരെ മൊഴി നൽകിയ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും എഡിജിപിയുടെ വിശദീകരണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം അനൌദ്യോഗികമായൊരു മറുപടിയാണോ ഈ അദ്ദേഹത്തിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്? ആ മറുപടിയിൽ ഇനി തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? രേഖാമൂലമുള്ള മറുപടി ഇനി നൽകേണ്ടതുണ്ട്. സൈഫ് എന്തായാലും ഉയർന്ന ഉദ്യോഗസ്ഥരോട് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് താനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആലപ്പുഴയിലെ മർദ്ദനവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആലപ്പുഴ ഡിവൈഎസ്പിയുടെ മൊഴിയുണ്ട്. കേസ് ഡയറി തിരുത്താൻ വേണ്ടി അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. ഇത് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്ത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഒരു പെൻഡ്രൈവിലാക്കി അവിടെ കേസ് ഡയറി തിരുത്തി കോടതിയിൽ നൽകേണ്ട റഫർ റിപ്പോർട്ട് തിരുത്തി എഡിജിപി നൽകിയതാണ് തിരികെ കോടതിയിൽ നൽകിയത് എന്നുള്ള മൊഴി ആലപ്പുഴ ഡിവൈഎസ്പി തന്നെ നൽകിയിരുന്നു. അതിനൊപ്പം തന്നെ 2 ഗ്രേഡ് SI-മാരാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന കാര്യം കൂടി ആ മൊഴിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വാർത്തയെ പുറത്തു വന്നതിന് പിന്നാലെ എം.ആർ. അജിത് കുമാർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. രേഖകൾ തിരുത്താൻ വേണ്ടി താൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് എം.ആർ. അജിത് കുമാർ ഇപ്പോൾ ചെയ്യുന്നത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, താൻ പറഞ്ഞതിന്റെ പേരിലല്ല. കേസിൽ ഇടപെടാൻ ആരോടും താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചിരിക്കുന്നത്. ഈ ജീവനക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. രേഖകൾ തിരുത്താൻ ഇടപെട്ട എഡിജിപിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ 2 ഗ്രേഡ് SI-മാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ഈ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷണത്തിൽ ഈ ഗ്രേഡ് SI-മാരുടെ മൊഴി അതീവ നിർണായകം തന്നെയാണ്. എന്തായാലും ഇതിനകത്തൊരു നടപടി ഉണ്ടാകും. സൈബു, അക്കാര്യത്തിൽ സംശയമില്ല. അജിത് കുമാറിനെതിരെ അടക്കം നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അത് വേഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം അന്വേഷണ റിപ്പോർട്ട് വേഗത്തിൽ തന്നെ നൽകണം എന്നുള്ള നിർദ്ദേശമാണ് പ്രത്യേക സംഘത്തിന് ആഭ്യന്തരമന്ത്രി അടക്കം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഈ മൊഴി അങ്ങനെ ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം പറയുന്നത് താനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴും അതിനെ പൂർണ്ണതോതിൽ സർക്കാർ സംവിധാനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സേഫ്. യെസ്, എന്തായാലും താനൊന്നും അറിയാതെയാണ് ഇക്കാര്യങ്ങളെല്ലാം നടന്നത് എന്ന് എഡിജിപി എം.ആർ. അജിത് കുമാർ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മൊഴി അനൌദ്യോഗികമായൊരു വിശദീകരണം മാത്രമാണ്. അത് മുഖവിലക്കെടുക്കാൻ സാധ്യതയില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കീഴ് ഉദ്യോഗസ്ഥരായ 2 ഗ്രേഡ് SI-മാരുടെ വളരെ സ്ട്രോങ് ആയ മൊഴി അദ്ദേഹത്തിനെതിരാണ്. അതുകൊണ്ട് ഇനി അന്വേഷണ സംഘത്തിൻ്റെ പുതിയ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. മിക്കവാറും ഈ കേസുമായി ബന്ധപ്പെട്ട എഡിജിപി എം.ആർ. അജിത് കുമാറിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് കാത്തിരുന്നു കാണാം.